There are youngsters like cockroaches who don't have any employment and don't have any place in the profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become other activists, and they start attacking everyone. ഒരു പണിയുമില്ലാത്ത ഈ വ്യവസ്ഥിതിയിൽ ഒരു സ്ഥാനവുമില്ലാത്ത ചില ചെറുപ്പക്കാരുണ്ട്, പാറ്റകളെപ്പോലെ. അവർ ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരാകാം, ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകാം, ചിലപ്പോൾ RTI ആക്ടിവിസ്റ്റുകളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിസ്റ്റുകളാകാം. അവർ കൂട്ടം ചേർന്ന് എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനൊരു പ്രസ്താവന നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ആ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. ഒരു സുപ്രീം കോടതി ഹിയറിംഗിനിടെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണത്. അത് ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്നത് വേറൊരു വിഷയമാണ്. പക്ഷേ ആ ഒരു പ്രസ്താവന കാരണമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ പാറ്റകൾ പാറി നടക്കുന്നത്. ഒരു വ്യവസ്ഥിതിയുടെയും ഭാഗമല്ലാത്ത, ഒന്നിനെയും കൂസാത്ത, പ്രതികരിക്കാൻ നട്ടലുള്ള ഒരു കൂട്ടം പാറ്റകൾ. ഇന്ന് അത്തരം വീഡിയോകൾ കടന്നു പോവാത്ത ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നിലവിലില്ല. പറഞ്ഞു തരുന്നത് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ്. പല സെലിബ്രിറ്റികളും, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന പട്ടം ചാർത്തി കൊടുത്ത പലരും അതിനെതിരെയും അതിനെ അനുകൂലിച്ചും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അനുകൂലിച്ച് പോസ്റ്റിട്ടവർ സ്റ്റോറികളായി മാറി, അതിനെതിരെ പോസ്റ്റിട്ടവരെല്ലാം എയറിലായി മാറി. എന്നാൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരുപാട് പേർ ഇന്ന് പുറത്തുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവർ സംസാരിക്കാത്തത്? അവർ ഈ പ്രൊട്ടസ്റ്റിനെ എതിർക്കുന്നത് കൊണ്ടാണോ അവർ സംസാരിക്കാത്തത്? അതോ ഈ പ്രൊട്ടസ്റ്റിന് കാരണമായ തെറ്റിനെ അവർ അനുകൂലിക്കുന്നത് കൊണ്ടായിരിക്കുമോ അവർ പ്രതികരിക്കാത്തത്? ഇതൊന്നുമല്ല എങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ് എന്ന് തിരിച്ചറിയാൻ അവർ കാത്തിരിക്കുകയായിരിക്കുമോ? മൂന്നാമത് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. കാരണം അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതിന് കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾക്ക് പിന്നിലുള്ള സുതാര്യതയില്ലായ്മയാണ്. അത് ആരുടെയും തെറ്റല്ല. ഒന്നുകിൽ ശരിയുടെ ഒപ്പം അല്ലെങ്കിൽ തെറ്റിൻ്റെ ഒപ്പം മാത്രമേ നിൽക്കാവൂ എന്ന് ആർക്കാണ് നിർബന്ധം? ശരി ആരാണ്, തെറ്റാരാണ് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മീഡിയ പറയുന്ന അനുസരിച്ചാണോ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്? അതോ നമുക്ക് മുമ്പിൽ ദഹിക്കുന്ന ഒരു ശരി തെളിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം? ലൈക്കും റീച്ചും ഡോളറും മാത്രം മനസ്സിൽ കണ്ട് പ്രതികരിക്കുന്ന, എന്ത് നെറുകേടും വിളിച്ചു പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കണം? മാധ്യമധർമ്മം എന്നൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കണം? രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് വിശ്വസിക്കണം? എനിക്കറിയില്ല. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും കച്ചവടം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മഹത്യ ചെയ്ത 30-ൽ കൂടുതൽ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ കണ്ണീരിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ജൂൺ 4 രാജ്യം മുഴുവൻ ലോക്സഭാ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസം. അധികം ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി ധൃതിപ്പെട്ട് NTA നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പുറത്തുവിടുന്നു. ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഉറക്കം പോയ രാത്രിയായിരുന്നു അത്. അത്രയും കാലം ഉറക്കമിളച്ച് ഒന്ന് കണ്ണ് ചിമ്മുക പോലും ചെയ്യാതെ സ്വന്തം സ്വപ്നത്തിനു വേണ്ടി പഠിച്ച വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞെട്ടിച്ച റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. ഒന്നല്ല രണ്ടല്ല, കൃത്യം 67 പേർക്ക് നീറ്റ് പരീക്ഷയിൽ 720-ൽ 720 മാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ ഒരു പ്രവേശന പരീക്ഷയിൽ ഒരേ സമയം ഇത്രയധികം പേർക്ക് പെർഫെക്റ്റ് സ്കോർ ലഭിക്കുക എന്നത് പരീക്ഷ എഴുതിയ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതിലും ദുരൂഹമായൊരു കാര്യം, ഹരിയാനയിലെ ഒരൊറ്റ എക്സാം സെന്ററിൽ നിന്ന് മാത്രം 6 പേർക്കാണ് 1ാം റാങ്ക് ലഭിച്ചത്. മറ്റൊരു കാര്യം, 718, 719 എന്നിങ്ങനെ നീറ്റിന്റെ നെഗറ്റീവ് മാർക്കിംഗ് രീതി വെച്ച് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകളും ചിലർക്ക് ലഭിച്ചു. പരീക്ഷാ നടത്തിപ്പുകാരായ NTA കുട്ടികൾ കാരണം ചോദിച്ചപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ സമയം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കോടതി ഉത്തരവ് പ്രകാരം ഗ്രേസ് മാർക്ക് നൽകിയതാണ് എന്നാണ് ഉത്തരം പറഞ്ഞത്. എന്നാൽ ഏത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ ഗ്രേസ് മാർക്കുകൾ അടിയന്തരമായി വാരിക്കോരി കൊടുത്തത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല.
പരീക്ഷ നടക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള രാത്രി ഒരു അനോണിമസ് കോൾ ലഭിച്ച ബീഹാറിലെ പാറ്റ്നയിലെ ഒരു പോലീസ് സംഘം ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ അവർ കണ്ട കാഴ്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചോദ്യപേപ്പറുകൾ ഉപയോഗിച്ച് പഠിക്കുന്നതാണ്. അവിടെ തന്നെ കത്തിക്കരിഞ്ഞ ചില ചോദ്യപേപ്പറുകളുടെ അവശിഷ്ടങ്ങളും അവർക്ക് ലഭിച്ചു. ഏതാണ്ട് 30 മുതൽ 50 ലക്ഷം ഏജന്റുമാർക്ക് ചെലവാക്കിയാണ് ഈ ചോദ്യപേപ്പറുകൾ അവർ വാങ്ങിയത് എന്ന് അറസ്റ്റിലായവർ പറയുന്നു. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച് ആ സത്യം പുറത്തു വന്നത് കേസ് CBI ഏറ്റെടുത്ത് ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം നടത്തിയതിനു ശേഷമാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ ഒരു ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യപേപ്പർ ട്രങ്ക് പെട്ടി കൃത്രിമമായി പൊട്ടിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തി. ചോർത്തിയെടുത്ത ഈ ചോദ്യപേപ്പറുകൾ നിമിഷങ്ങൾക്കകം ടെലഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കാട്ടുതീ പോലെ പ്രചരിച്ചു. എന്നാൽ ഈ അനീതിയുടെ ഏറ്റവും ദാരുണമായ മുഖം മറ്റൊന്നായിരുന്നു. ചോദ്യപേപ്പർ വാങ്ങാൻ കോടികൾ എറിഞ്ഞ മാഫിയ തലവന്മാർ സുരക്ഷിതരായിരുന്നപ്പോൾ വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയ 26-ലധികം കുട്ടികളാണ് നിരാശയും മാനസിക സമ്മർദ്ദവും താങ്ങാനാവാതെ സ്വന്തം ജീവൻ ഒടുക്കിയത്. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ബീഹാറിലുമുള്ള ചേരികളിലും കുടിസുമുറികളിലും അവരുടെ മാതാപിതാക്കൾ ഒഴുക്കിയ കണ്ണീര് ഇന്നും ഉണങ്ങിയിട്ടില്ല. ഇതിനെ വെറും ഒരു ചോദ്യപേപ്പർ ചോർച്ചയായാണോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എനിക്കിതിനെ കാണാൻ കഴിയുന്നത് ഒരു തലമുറയുടെ തന്നെ പ്രതീക്ഷകളെ കൊന്നുകളഞ്ഞ കൊടും ക്രൂരതയായിട്ടാണ്. 2024 പ്രക്ഷോഭം അവിടെ അവസാനിച്ചിട്ടില്ല. അതൊരു ചെയിൻ റിയാക്ഷൻ ആയിരുന്നു. അന്ന് തുടങ്ങിയിട്ടുള്ള ആ അവിശ്വാസം തന്നെയാണ് ഈ പ്രക്ഷോഭത്തിലൂടെ തുടരുന്നത്. സംഭവിച്ച അനീതികൾക്കെതിരാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊരിവെയിൽ പോലും വകവയ്ക്കാതെ സമരം ചെയ്യുന്നത്. അവരുടെ ആവശ്യം ഈ ചോദ്യപേപ്പർ മാഫിയകളെ തകർക്കുക, NTA നാഷണൽ ടെസ്റ്റ് ഏജൻസിയെ പിരിച്ചുവിടുക. എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അല്ല. ഇന്ത്യയുടെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ പല സർക്കാരുകൾ വന്നും പോയും ഇരുന്നിട്ടുണ്ടെങ്കിലും ഈ പരീക്ഷാ സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തുകളാക്കി ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഇനിയൊരു 10 വീഡിയോ എടുത്താലും തീരില്ല. എന്നാലും പ്രധാനപ്പെട്ട വാർത്താ പ്രാധാന്യമുള്ള ചിലത് മെൻഷൻ ചെയ്യാം. 2013 വ്യാപം സ്കാം, വ്യാവസായിക് പരീക്ഷാ മണ്ഡൽ. മധ്യപ്രദേശിലെ സർക്കാർ ജോലികൾക്കും മെഡിക്കൽ പ്രവേശനത്തിനുമായി നടത്തുന്ന പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർത്തൽ, പ്രോക്സി കാൻഡിഡേറ്റ്സിനെ ഇരുത്തൽ, OMR ഷീറ്റുകൾ തിരുത്തൽ എന്നിവയിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് വ്യാപം സ്കാം. കേസ് അന്വേഷിച്ച മാധ്യമപ്രവർത്തകരും സാക്ഷികളും അടക്കം 40ഓളം പേർക്ക് ദുരൂഹമരണം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. CBI കേസ് അന്വേഷിച്ചതിൽ കണ്ടെത്താൻ സാധിച്ചത് ഇതിന് പിന്നിൽ എൻജിൻ ബോഗി സിസ്റ്റമാണ് എന്നാണ്. അതായത് ബോഗി പരീക്ഷ എഴുതുന്ന കുട്ടിയാണെങ്കിൽ എൻജിൻ പണം കൊടുത്ത് തൊട്ടു മുമ്പിൽ ഇരുത്തുന്ന ബുദ്ധിമാനായ വ്യാജനം, അവനിൽ നിന്നുമാണ് കുട്ടിക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നത്. സിസ്റ്റം ഡാറ്റ തിരുമറി നടത്തിയാണ് ഇവർ അടുത്തടുത്തിരുന്ന് പരീക്ഷ എഴുതുന്നതും. ഇത്തരത്തിൽ 2000-ൽ കൂടുതൽ ആളുകളാണ് പിടിക്കപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2003 ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ നടന്ന ഒരു പ്രമുഖ പ്രവേശന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർത്തി കോടികൾ ലാഭിച്ചെടുത്ത ഒരു പ്രശസ്ത പരീക്ഷാ ചോർച്ച വിദഗ്ധനാണ് രഞ്ജിത് സിംഗ് അഥവാ രഞ്ജിത്ത് ഡോൺ. രാജ്യത്തെ ഏറ്റവും അതീവ സുരക്ഷയുള്ള IIM പ്രവേശന പരീക്ഷയായ CATന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ ചോദ്യപേപ്പർ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് പരീക്ഷ റദ്ദാക്കാൻ ഇടയാക്കിയതാണ് ഇയാളുടെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന്. ഒരു സീറ്റിന് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വാങ്ങി പരീക്ഷ ചോർത്തുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ ഇയാൾ നടത്തിപ്പോന്നു. ചോദ്യപേപ്പറുകൾ ചോർത്തിയത് ഹൈടെക് ഹാക്കിംഗ് വഴി ആയിരുന്നില്ല. ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസ്സുകളിലെയും ലോജിസ്റ്റിക് ശൃംഖലയിലെയും ജീവനക്കാരെ പണം കൊടുത്ത് വശത്താക്കിയാണ് ചോദ്യപേപ്പർ ട്രങ്കുകൾ പുറത്തെത്തുന്നതിന് മുമ്പേ ചോർത്തിയത്. CBI ഇത് തെളിയിച്ചതോടെ 2003 CAT പരീക്ഷ സർക്കാർ ഉടനടി റദ്ദാക്കി. ഡോക്ടർമാർ, IAS ഓഫീസർമാർ, IPS ഓഫീസർമാർ എന്നിവരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി തന്നെയാണ് ഈ പറയുന്ന പ്രമുഖ വ്യക്തി ചോദ്യപേപ്പർ ചോർച്ച സാമ്രാജ്യം കാലങ്ങളായി നടത്തിക്കൊണ്ടു പോയിരുന്നത്. ശരിയാണ്, പരീക്ഷ നടത്തേണ്ടവരും പരീക്ഷ നിയന്ത്രിക്കേണ്ടവരും എല്ലാം സ്കാം ചെയ്തിട്ടുണ്ട്. എന്നാൽ പരീക്ഷ എഴുതിയ എല്ലാവരും അത്ര പാവങ്ങളായിരുന്നു അല്ല. 2015 AIPMT, അതായത് ഇപ്പോഴത്തെ NEET,
പരീക്ഷയ്ക്കിടെ പ്രത്യേകമായി തയ്ച്ചെടുത്ത അടിവസ്ത്രങ്ങളിൽ കട്ടി കുറഞ്ഞ മൈക്രോ ചിപ്പുകളും ബ്ലൂടൂത്ത് ഉപകരണങ്ങളും പിടിപ്പിച്ച് ഹാളിലേക്ക് കടത്തിയാണ് ഹരിയാന ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വൻ മാഫിയ തട്ടിപ്പ് നടത്തിയത്. എക്സാം സെന്ററിന് പുറത്തിരിക്കുന്ന സംഘം ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് വഴി ഹാളിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാതിലണിഞ്ഞ അതീവ സൂക്ഷ്മമായ ഇയർഫോണുകളിലേക്ക് വായിച്ചു കൊടുക്കുന്നത്. ഹരിയാന പോലീസിന്റെ അന്വേഷണത്തിൽ തട്ടിപ്പ് സ്ഥിരീകരിച്ചതോടെ പരീക്ഷയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ആ വർഷത്തെ AIPMT പരീക്ഷ റദ്ദാക്കുകയും റീടെസ്റ്റിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച പോലീസുകാർക്ക് മനസ്സിലായി വെറും 30 മിനിറ്റ് കൊണ്ട് 44ഓളം കുട്ടികൾക്ക് മുഴുവൻ ഉത്തരങ്ങളും ലഭിച്ചു എന്ന്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷ വീണ്ടും റീടെസ്റ്റിന് വിധിച്ചത്. ഏതാണ്ട് 6.5 ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ആ പരീക്ഷയ്ക്ക് പങ്കെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറും 44 കുട്ടികൾ കാരണം ആ 6.5 ലക്ഷത്തിൽ ബാക്കിയുള്ള കുട്ടികൾ ചെലവഴിച്ച ഉറക്കമില്ലാത്ത എത്ര രാത്രികളാണ് അവർക്ക് നഷ്ടമായത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനിയുമുണ്ട് ഒരുപാട് എക്സാം സ്റ്റോറീസ്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ വിഷയം. ചോദ്യം ഒന്ന് മാത്രമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ, ഈ സംഭവങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പങ്കുണ്ടോ? ആ ചോദ്യത്തിനെ ഇതുവരെ രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് 2ആയി തരംതിരിക്കാം. അതായത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, സിസ്റ്റം ഫെയിലിയർ. നേരിട്ടുള്ള പങ്കാളിത്തത്തിന് ഇതുവരെ തെളിവുകളൊന്നുമില്ല. ഗവൺമെന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത തലത്തിലുള്ളവരോ നേരിട്ട് ചോദ്യപേപ്പർ വിറ്റ് പണമുണ്ടാക്കാൻ പദ്ധതിയിട്ടു എന്നതിന് CBI അന്വേഷണത്തിലോ സുപ്രീം കോടതിയിലോ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. എന്നാൽ സിസ്റ്റമിക് ഫെയിലിയർ തീർച്ചയായും അത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഗവൺമെന്റിനും എക്സാം ബോർഡിനും വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം വരുന്നത്. കോടിക്കണക്കിന് രൂപ പരീക്ഷാ ഫീസായി വാങ്ങുന്ന ഏജൻസിക്ക് പ്രാഥമിക സുരക്ഷാ വീഴ്ചകൾ തടയാൻ കഴിഞ്ഞില്ല എന്നത് ഭരണകൂടത്തിന്റെ വമ്പൻ പരാജയം തന്നെയാണ്. പേപ്പർ ചോർച്ചയുണ്ടായെന്ന് തുടക്കത്തിൽ തന്നെ തെളിവുകൾ ലഭിച്ചിട്ടും അത് പൂർണ്ണമായി നിഷേധിക്കുകയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്ത NTA നിലപാട് കടുത്ത വിമർശനം അർഹിക്കുന്നുണ്ട്. NTA പണത്തിനു വേണ്ടി ഈ മാഫിയകളുമായി കൈകോർത്തു എന്നത് സിസ്റ്റത്തിനുള്ളിലെ വലിയ അഴിമതിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സർക്കാർ നേരിട്ട് ചോദ്യപേപ്പർ ചോർത്തി എന്നതിന് തെളിവില്ല എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ചോദ്യപേപ്പർ ചോർത്താൻ പാകത്തിന് മാഫിയയ്ക്ക് സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്നതിനും കൃത്യമായ മേൽനോട്ടം വഹിച്ചിട്ടില്ല എന്നതിനും കാരണമായ ഉത്തരവാദിത്തമില്ലായ്മയിൽ നിന്നും ഗവൺമെന്റിനും എക്സാം ബോർഡിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്ന ആ വാക്കിന് പ്രാധാന്യം വരുന്നത്, അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് ദ ആക്ട് ഓഫ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും NTA പോലുള്ള ഏജൻസികളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. രാജ്യത്ത് ഇതുപോലെ വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട മിനിമം മര്യാദ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. പേപ്പർ ചോർച്ച വാർത്തകൾ തുടക്കത്തിൽ വന്നപ്പോൾ യാതൊരു ചോർച്ചയും നടന്നിട്ടില്ല, NTA തികച്ചും സുതാര്യമാണ് എന്ന് മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് CBI അന്വേഷണത്തിൽ പാറ്റ്നയിലും ഹസാരിബാഗിലും ചോർച്ച സ്ഥിരീകരിച്ചതോടെ മന്ത്രിക്കുണ്ടായിരുന്ന ഔദ്യോഗിക വിശ്വാസ്യത തകർന്നു. മുൻകാലങ്ങളിൽ വലിയ റെയിൽവേ അപകടങ്ങളോ സുരക്ഷാ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിമാർ രാജിവെച്ച പാരമ്പര്യം ഇന്ത്യയിലുണ്ട്. 1956 തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ നടന്ന ഭീകരമായ ട്രെയിൻ അപകടത്തിൽ 140-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ലാതിരുന്നിട്ടും റെയിൽവേ മന്ത്രാലയത്തിന്റെ തലവൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണ ധാർമ്മിക ഉത്തരവാദിത്വം, മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനുണ്ട്. ഭരണാധികാരികൾ സ്വന്തം സ്വാർത്ഥതയേക്കാൾ ജനങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റിയും സിസ്റ്റത്തോടുള്ള മൊറാലിറ്റിയും വില കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ എന്നൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനൊന്നും ഇവിടെ സംഭവിക്കുമോ? ഉത്തരവാദിത്വമോ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയോ? രാത്രി അടുക്കളയിൽ ചെന്ന് പെട്ടെന്ന് ഇതുപോലൊന്ന് ലൈറ്റിട്ടാൽ ഒരുപാട് പാറ്റകൾ ഓടി ഒളിക്കുന്നത് നമുക്ക് കാണാം. അവിടെ പ്രതികരിക്കുന്ന യുവത്വത്തോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം കുറെ പാറ്റകളെയും നമുക്ക് കാണാം. അവരുടെ ഉദ്ദേശം ഇതിനിടയിൽ തീവ്രവാദവും അരാഷ്ട്രീയവാദവും തിരികെ കയറ്റുക എന്നത് മാത്രമാണ്. അവിടെ അങ്ങനെ കുറെ പാറ്റകളുണ്ട്, ഇവിടുന്ന് കുറെ പാറ്റകൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുമുണ്ട്. ഏതാണ്ട് ഷോ അവസാനിക്കാറാവുമ്പോൾ അവരൊക്കെ മാളത്തിൽ പോയി ഒളിച്ചോളും. പക്ഷേ നഷ്ടപ്പെട്ടവൻ്റെ നഷ്ടം അത് വിലമതിക്കാനാവാത്തതാണ്. അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, ആക്സെപ്റ്റൻസ് ഓഫ് ദ അക്കൗണ്ടബിലിറ്റി.
നഷ്ടപ്പെട്ടവനോടൊപ്പം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.